DYFI നേതാവ് റഫീഖ് വയനാട്ടിലെ നേതാവാണ്. റഫീഖ്, ഇപ്പോൾ എന്റെ ഒപ്പം രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അദ്ദേഹം ജീപ്പ് വാങ്ങിയിരുന്നതാണ്. മുത്തൂറ്റ് ബാങ്കുകാരാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പലരുടെയും അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുന്നുണ്ട് എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ രാജേഷ് നൽകുന്നുണ്ട്. റഫീഖ്, ഓക്കെ, മുത്തൂറ്റ് ബാങ്കിലെ എനിക്ക് ഈ രാജേഷ് എന്ന് പറയുന്ന കക്ഷിയുടെ നമ്പർ കൂടെ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ മുത്തൂറ്റ് ഇപ്പോൾ തന്നെ തരാം. റഫീഖ്, ഹോൾഡ് ചെയ്യൂ. രാജേഷ് പറയൂ, നമ്പർ പറയൂ. രാജേഷ്, ഒന്ന് ആ നമ്പർ ഒന്ന് വായിക്കാമോ? 894396. ശരിയല്ലേ രാജേഷ്? അതെ റെഡി. അപ്പോ റഫീഖ് ബന്ധപ്പെടുമല്ലോ. ഇപ്പൊ തന്നെ ഞങ്ങൾ ബന്ധപ്പെടും. തീർച്ചയായിട്ടും ആ വിഷയം ഞങ്ങൾ ടേക്കപ്പ് ചെയ്യും. ഈ മുത്തൂറ്റ് ക്യാപിറ്റലിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയും അവിടെ ഇരുന്ന് ഈ മാനേജറുമായി സംസാരിക്കുകയും മാനേജറുടെ മുമ്പിൽ ഈ നോട്ടീസിനെ കുറിച്ചും ഈ കോളിനെ സംബന്ധിച്ചും ഈ ഏജന്റുമാർ വിളിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ദീർഘമായി അവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ സംസാരിച്ചു. രാജേഷും അക്കാര്യം ബോധ്യപ്പെടുത്തി. അതിനുശേഷമാണ് മാനേജർ പറഞ്ഞ് രാജേഷ് ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ അതുകൂടി ഉൾപ്പെടുത്താൻ അവർക്ക് പറ്റും. അങ്ങനെ ഒരു പട്ടിക അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിലുള്ള ആളുകൾ ദുരന്തബാധിത മേഖലയിലുള്ളവരാണ്. അതുകൊണ്ട് അവരുടെ ലോണുകൾ ഉടൻ തന്നെ എഴുതി തള്ളുന്നതായിരിക്കും എന്നുള്ളതാണ്. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പൂർണ്ണമായും കടന്നു. ആ പട്ടിക ഇനി ഹെഡ് ഓഫീസിൽ നിന്ന് എത്തുന്ന നാളത്തെ സംഘം അംഗീകരിച്ചാൽ ഈ പൂർണ്ണമായും എഴുതി തള്ളുമെന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ വിളിച്ചുകൊണ്ടതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ല, നിങ്ങൾ ഇതിന്റെ മറ്റേ സാങ്കേതികത്വം കുറെ പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പൊ അതിന് ശേഷം വിളിക്കാൻ പാടില്ല. രാജേഷിന്റെ പിതാവിന്റെ അന്തസ്വാമി എന്ന് പറയുന്ന ആളുടെ ലോണാണ് ഇവിടെ. അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പുറത്തു വന്നപ്പോഴാണ് ഡിവൈഎഫ്ഐ എന്നതിൽ ഇവിടെ വന്ന് ഈ രൂപത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഈ ഇടപെടലിനെ തുടർന്ന് അതുകൂടി ഉൾപ്പെടുത്താമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി അതുകൂടി ഉൾപ്പെടുത്തോടുകൂടി